പാലക്കാട് പുതുനഗരം ഇസ്ലാമിക ജിം വിവാദത്തിൽ വിശദീകരണവുമായി ഉടമകളിൽ ഒരാളും പരിശീലകനുമായ പാലക്കാട് തണ്ണീർപന്തൽ സ്വദേശി നവാസ്. ജിമ്മിൽ എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സമയമുണ്ടാകും. അത് ഇസ്ലാമിക സൗഹൃദ രീതിയിലാകും. താൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും വാക്കുകൾ തെറ്റിദ്ധരിച്ചതാകാം എന്നും നവാസ് ന്യൂസ് 18നോട് പറഞ്ഞു. ആക്ച്വലി ഞാൻ ഈ ജിമ്മ് സംരംഭം തുടങ്ങുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് ഒരു ജിമ്മ് തുടങ്ങുന്നതൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത്. ആക്ച്വലി ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് ഒരിക്കലും ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഇതര മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ എത്രയോ പേര് വരുന്നുണ്ട്. അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മെന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നമ്മളെ ഈ ലൊക്കാലിറ്റി, അതായത് പുതുനഗരം എന്ന് പറയുന്ന ലൊക്കാലിറ്റി മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ പേര് നമ്മുടെ അടുത്തൊരു പരിഭവം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മ്യൂസിക്കുള്ള ജിമ്മുകളാണ് അപ്പുറത്തും ഇപ്പുറത്തും, പിന്നെ അവർ യൂണിസെക്സ് ആണ്, മിക്സഡ് ആണ്, അപ്പോൾ അവിടെ പോകാനൊരു അസ്വസ്ഥതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശരി എന്നാൽ പിന്നെ അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, എന്താ പറഞ്ഞാൽ ഈ ലൊക്കാലിറ്റി ഏറ്റവും കൂടുതൽ മുസ്ലിംസാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഏരിയയിൽ വന്നിട്ട് നമ്മൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു അവരെ മതിക്കാത്ത രീതിയിൽ, അവരെ വിലമതിക്കാത്ത രീതിയിൽ ഒരു സംരംഭം തുടങ്ങുന്നതുകൊണ്ട് ഞാൻ അതിൽ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർക്കും കൂടി പ്രയോജനമായിട്ടുള്ള ഒരു ജിം ആയിക്കോട്ടെ. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാവും. അപ്പോൾ വികലാംഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റെയർ ഉണ്ടാവും. പക്ഷെ അവർ സെപ്പറേറ്റ് അവരും കൂടി മുൻഗണന കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവർക്കും കൂടി പ്രയോജനപ്പെടുന്ന ഒരു ജിമ്മായിരിക്കും. കാരണം ഓപ്പൺ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടാവില്ല. മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് സെപ്പറേറ്റ് അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാം. നമ്മൾ അതിലൊന്നും യാതൊരു ഇതും പിന്നെ മൂടി പോയിച്ച് വരണം, ഇല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു എന്താ പറയുക ഇസ്ലാമിക് റൂൾസ് അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ജിമ്മാണെന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ മനസ്സാൽ ഞാൻ ഉദ്ദേശിച്ചത് അവർക്കും കൂടി ഒരു സഹകരിച്ചുകൊണ്ടുള്ള ഒരു ജിമ്മ്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഇതര മതസ്ഥർക്ക് വരാൻ പാടില്ല ഈ ഒരു മുസ്ലിം ജിമ്മ് എന്ന രീതിയിലോ ഒന്നും ഞാനിത് തുടങ്ങിയിട്ടില്ല. ഇത് പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുകയാണ്. മറ്റേ 15 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സേട്ട് വണ്ണായിരുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാം, അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും വന്ന് വർക്കൗട്ട് ചെയ്ത് പോയ ജിമ്മാണ്. അതിൽ നിന്ന് വന്ന് പഠിച്ചു പോയവരൊക്കെ പോലീസായിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. അപ്പം അത് അദ്ദേഹം അവർക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി വേറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്തായി, ഞാനത് വിലക്കെടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയി സംസാരിച്ചപ്പോഴാണ് ശരി, അപ്പോൾ അതൊരു വിലക്കെട്ടി എടുത്ത് നമ്മളത് കുറച്ചൊരു അപ്ഡേഷൻ, കുറച്ചും കൂടി പുതിയ ജിമ്മ് എക്യുപ്മെൻറ്റ്സും കൊണ്ടുവന്നാൽ നമുക്കൊരു നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് പുതിയതായിട്ട് തുടങ്ങുകയാണ്, ഒരു ചെറിയൊരു സംരംഭം തുടങ്ങുകയാണ്. അവിടെ നിന്നൊക്കെ കുറച്ചായിട്ട് കൂട്ടി ഞങ്ങൾ തന്നെ ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ്ങിന് പോലും പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടില്ല. നമ്മളെ കൊണ്ടാവുന്ന പണികളൊക്കെ നമ്മൾ ചെയ്ത് ചെറുതായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തുകയ്ക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഇവിടെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ജിമ്മായിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതാണ് എൻ്റെ നീയത്ത്. ഇതാണ് എൻ്റെ ഒരു അന്യമതസ്ഥർക്ക് ഇവിടെ കൊടുക്കില്ല എന്ന് ആരോ പറഞ്ഞത്. എല്ലാവർക്കും വരാം, എല്ലാവർക്കും. ഞാൻ എപ്പോഴും പറയുകയാണ്, ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്തിനാണ്? അത് പ്രകൃതിക്ക് ദുരന്തമില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യം അതാണ്. ഇപ്പോൾ ഇസ്ലാമിക് ഫ്രണ്ട്ലി പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ജിമ്മാണ്, അവർക്കും കൂടി വരാം എന്ന രീതിയിലേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതൊരു വർഗീയതയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു ഉദ്ദേശത്തിലേ അല്ല അത് തുടങ്ങിയത്. CV അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, കഴിഞ്ഞ ദിവസം ഈ വീഡിയോ വന്നതിന് പിന്നാലെ നാഷണൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയായ ഒരു വിഷയമാണിത്. കേരളത്തിലെ മതേതര സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ അനുമോദം സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിൻവലിക്കുന്നില്ല. ഈ ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന വാക്കിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഈ പാട്ട് ഉച്ചത്തിൽ വെക്കാൻ കഴിയില്ല, ഇതുപോലുള്ള നിലപാടുകൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് വളച്ചൊടിച്ചതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മാറ്റം ഉണ്ടാകുന്നില്ല. വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു, അല്ലേ? ഹരി, ഗുഡ് മോർണിംഗ്. അദ്ദേഹം ന്യായീകരിക്കുകയാണ്, വിശദമാക്കുകയാണ് എന്താണ് താൻ ഉദ്ദേശിച്ചത് എന്ന് ആളുകൾക്ക് കൃത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പ്രചരണം നടന്നത് എന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയ ഒരു അന്തരീക്ഷം, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ജിമ്മ്, സ്ത്രീകൾക്ക് ഇസ്ലാമിക നിയമപ്രകാരം വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവിടെ വരാം,
സംഗീതം എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്നതല്ല ജിമ്മിലെ സംഗീതം. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഹെഡ്സെറ്റിൽ പാട്ട് വയ്ക്കാം. പക്ഷേ പൊതുവെയുള്ള ഈ തട്ടും മുട്ടും വലിയ ഘോഷത്തോടെയുള്ള സംഗീതമൊന്നും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇത് ഇന്നലെ ഈ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോയ്ക്ക് വലിയ തോതിൽ തന്നെ വിമർശനം വരികയും ഒരുപാട് അന്വേഷണം വരുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അവർ വിശദമാക്കുന്നത്, പുതുനഗരത്തിൽ മുൻപേ ഉണ്ടായിരുന്ന ഒരു ജിംനേഷ്യമാണിത്. അവിടെ ഒരുപാട് ജിമ്മുകളുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ആ ഏരിയയിലെ ജിമ്മുകൾ തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു. മാത്രം മുസ്ലിങ്ങൾ കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പുതുനഗരം. അപ്പോൾ അവിടെ ജിമ്മിൽ പോകുന്നതിൽ അധികം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയതെന്നാണ് അവരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണമായിട്ട് അവർ പങ്കുവെക്കുന്നത്. അതായത് ഇസ്ലാമിക സൗഹൃദമായ അന്തരീക്ഷം, സ്ത്രീകൾക്ക് കംഫർട്ടായിട്ട് വന്ന് വ്യായാമം ചെയ്തും മടങ്ങാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട് എന്ന് അവിടുത്തെ ഭൂരിപക്ഷമായ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് എന്നൊരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് എല്ലാ മതക്കാർക്കും ഇവിടെ പ്രവേശനമുണ്ട്, എല്ലാവർക്കും ഇവിടെ വന്ന് വ്യായാമം ചെയ്യാം. പക്ഷേ ഇസ്ലാമിക ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് മുസ്ലിങ്ങൾക്ക് അവരുടെ മതപ്രകാരം അനുശാസിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെ വ്യായാമം ചെയ്യാനുള്ള ഒരു അവസരം. അത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനുള്ള അവസരമുണ്ട്. ബാക്കിയുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിന് വന്ന് ചെയ്യാമെന്നും കൂടി വിശദീകരിക്കുകയാണ്, ന്യായീകരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ തോതിൽ തന്നെ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു. അതിന് പിന്നാലെ ഇത്തരത്തിലൊരു പ്രചരണം, ഇത്തരത്തിലൊരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ തന്നെ അന്വേഷണം, പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ അന്വേഷണവും ഇതിനെക്കുറിച്ച് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രചരണം ഉണ്ടായതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ വാക്കുകൾ കേൾക്കുവാൻ. എന്താണെങ്കിലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇസ്ലാമിക ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അന്തരീക്ഷം ഉള്ള ജിമ്മ് തന്നെയാണ്. പക്ഷേ മറ്റു ഇത് ഇസ്ലാമിക നിയമപ്രകാരം പൂർണ്ണമായിട്ട് എന്ന തരത്തിലേക്കല്ല അവർ പറയുന്നത്. ഇസ്ലാമിക് ഫ്രണ്ട്ലിയാണ്, മറ്റു മതക്കാർക്കും ഇവിടെ വന്ന് ചെയ്യാം, ഞങ്ങൾ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഇപ്പോൾ ഈ ജിമ്മിന്റെ ഉടമ പരിശീലനം. അതെ, ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെ ടൈമിങ്ങിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് സ്ത്രീകൾ പലരും വരാൻ മടിക്കുന്നത് ഈ പുരുഷന്മാരോടൊപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതും പറഞ്ഞിരുന്നല്ലോ. ഇതിലെന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ, അതോ വീണ്ടും ഇത് രണ്ട് ടൈമിങ്ങിലാണ്, സ്ത്രീകൾക്ക് വെവ്വേറെ ടൈം, പുരുഷന്മാർക്ക് വെവ്വേറെ ടൈം, ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, അതോ മൊത്തത്തിൽ ന്യായീകരിക്കുകയാണ്? അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരിക്കലും ഇവിടെ ഇടപഴകി ഇവിടെ വ്യായാമം ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായത്. ഇവിടെ ഈ യാഥാസ്ഥിതിക മുസ്ലിം കുടുംബങ്ങളിലും യാഥാസ്ഥിതികമായി ചിന്തിക്കുന്ന ആളുകൾ എപ്പോഴും ഭക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ പോലും സ്ത്രീകളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് നിർത്തുന്ന ഒരു രീതി പല ഇടങ്ങളിലുമുണ്ട്. അതേ രീതിയിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും വേർതിരിച്ച് തന്നെയായിരിക്കും ഇവിടെ വ്യായാമം ചെയ്യുക, ഒരുമിച്ചായിരിക്കില്ല, രണ്ടിടങ്ങളിലായിരിക്കും. അതാണ് അതിൻ്റെ രീതി. അത് പ്രകാരം മാത്രമേ ഇവിടെ വ്യായാമം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നത്. അതായത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ അവിടുത്തെ കസ്റ്റമേഴ്സ് അധികം മുസ്ലിംസ് ആണ്. അപ്പോൾ അവിടെയുള്ള അവർക്ക് ഇവിടെ വന്ന് കംഫർട്ടായിട്ട് എക്സസൈസ് ചെയ്ത് മടങ്ങാം എന്ന ഒരു സന്ദേശമാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത് എന്നാണ് അവർ ന്യായീകരിക്കുന്നത്, വിശദീകരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇസ്ലാമിക് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് തരത്തിലുള്ള ഇടങ്ങളിൽ രണ്ട് ടൈമിങ്ങിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇടകലർന്നുള്ള ഒരു വ്യായാമം ഇവിടെ സാധ്യമാവുകയില്ല. മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ മതം അനുശാസിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇവിടെ വന്ന് വ്യായാമം ചെയ്യാൻ സാധിക്കും. മറ്റ് മതക്കാർക്കും പ്രവേശനമുണ്ട്. പക്ഷേ ഈ ചട്ടങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് മറ്റു മതക്കാർക്കും ഇവിടെ പ്രവേശനം. ഇവിടെ ചട്ടങ്ങൾ നിലനിൽക്കും, പക്ഷെ മറ്റു മതക്കാർക്കും അവസരം ഉണ്ടാകുന്നത് തന്നെയാണ് ഇപ്പോൾ ഉടമ നവാസിന്റെ വിശദീകരണം. അദ്ദേഹം ന്യായീകരിക്കണം അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇടവേളയിലേക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷമാണെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.